അസ്സലാമലൈക്കും കുഞ്ഞോ. വലൈക്കും അസ്സലാം. ഇന്നലെ രാത്രി നല്ല മഴ ഉണ്ടായിരുന്നില്ലേ കുഞ്ഞു? വർഷം കൂടാറായില്ലേ ഉസ്താദേ. ആ നിങ്ങൾ പള്ളിക്കൽക്കല്ലേ? എന്നാ ഞാൻ പോയി കട തുറന്നിട്ട് വരാം. അങ്ങനെ ആവട്ടെ. എവിടെ ബാണമിട്ടായി ഓടണേ? എന്താണ് പരിപാടി? എന്താണ് പഴമഞ്ഞിനെ വെള്ളത്തിൽ ചാടിച്ചത്? അങ്ങനെ കൊല്ലാനുള്ള പരിപാടിണ്ടോ? പടച്ചോനെ, എന്താ അവിടെ? ബാപ്പുടിനെ പോയാ ചാടിച്ചുമ്മ. ആകെ ഒരു വിസ ഉണ്ടായിരുന്നു, അതാണ് ഞാൻ നനഞ്ഞു ചെയ്ത്. നന്നായി. അല്ലെങ്കിൽ ഞാൻ ഗൾഫ് പോണെന്ന് വിചാരിച്ച് പേടിച്ചിന്റെ പൊന്നുമ്മ. അവരല്ലേ പോത്ത് പോലെ കിടന്നുറങ്ങണത്? ഇജ്ജിങ്ങനെ പേടിച്ചിരുന്നോ? അന്റെ പ്രായത്തിൽ ഓരോരുത്തരെ ദുബായി പോയിട്ട് എന്തൊക്കെയാ സമ്പാദിക്കണത്? അണക്ക് കെട്ടിക്കാനായി ഒരു പെങ്ങളില്ലേ? അല്ല, ഇജ്ജ് ആരെ കണ്ടിട്ടാ നടക്കണത്? ഈ പോത്ത് പോലെ കിടന്നുറങ്ങണ അന്റെ അനിയനെ കണ്ടിട്ടാ? അതോ അന്റെ ബാപ്പാന്റെ ചായക്കട കണ്ടിട്ടാ? ഉമ്മ, ഇപ്പൊ ഞമ്മക്ക് ഇവിടെ സ്വർഗാണ്. അത് ഗൾഫിന്റെ കാര്യം പറഞ്ഞ് നരകാക്കല്ലേ? അനക്ക് പോണ കാര്യം കേൾക്കുമ്പോ ദേഷ്യാണെന്ന് ഉമ്മാക്ക് അറിയാം. ഒരു ഉമ്മാക്ക് മക്കളെ പിരിഞ്ഞിരിക്കാൻ കഴിയൂല. ഇജ്ജൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ കുഞ്ഞോളുടെ കാര്യം അതെങ്കിലും നടക്കണമെങ്കിൽ ഇജ്ജ് അക്കരയ്ക്ക് പോണം. അത് നമുക്ക് ഇക്കരെ നിട്ടെന്നെ നടത്തമ്മ. അതിനെ പറ്റി നിങ്ങൾ ബേജാറാവല്ലേ? ഓ, അന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒന്നതാ പോത്ത് പോലെ കിടന്നുറങ്ങണ്. ഒന്ന് തന്നാണ്ടല്ലോ. ഒന്ന് വേഗം വരി, ഇപ്പൊ തന്നെ നേരം വൈകി. വാ പോവാ. ലോഡ് കൊണ്ടാവത് പെട്ടി ഓട്ടർസ് ഒന്നും അല്ലെങ്കിൽ നടന്നാണ്ട് പോയിക്കോ. എന്താ പോനെ ചാരം? ഫ്ലൈറ്റ് ആന്നാ? ആകെ 3 ചക്കരോ ടാർപ്പായി 2 കാളക്കൊമ്പും. അമ്മക്ക് നടന്നാവാ, തടിക്കാന്നല്ലേ, തടി കളിക്കോളൂ. എന്താ വരുന്ന ബജാജ് ഓട്ടോറിക്ഷ ഈ റോഡോടൊക്കെ പോണ്? രാത്രി 10 നേരം റോഡ് അങ്ങോട്ട് പോലെ. കാരണം ഞാൻ ഇവിടെ ഉണ്ടാവുവേ. അതിനേശം പോണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അങ്ങോട്ട് പോനാ? ഇവിടെ പള്ളി ഉണ്ടോ? എന്തിനാ? ഇവിടെ ഏപ്പിന്റെ പള്ളിയുണ്ട്, ഈക്കര പള്ളിയുണ്ട്, മുജാഹിദിന്റെ പള്ളിയുണ്ട്, ജമാഅത്തിന്റെ പള്ളിയുണ്ട്, തൊരീക്കത്തിന്റെ പള്ളിയുണ്ട്. നിങ്ങൾക്ക് ഏത് പള്ളിയാ വേണ്ടത്? ഒന്ന് മൂത്രയിക്കാനായിരുന്നു. പാത്താനല്ലേ ആൾക്കാരെ മെനക്കെടുത്താന് ഓരോരുത്തർ വരും. രാവിലെ തന്നെ വെള്ളക്കണക്ക് ഇതുണ്ടാക്കണം. നാട്ടുകാരുടെ കായ് നമ്മളൊരു 100 രൂപ വെച്ചാൽ തരാൻ പറ്റൂല. അപ്പൊ കായ് അതില്ല, അതൊക്കെ തന്നെ. കോയില്ലെങ്കിൽ അസ്സലാമലൈക്കും കുഞ്ഞോ. വലൈക്കും അസ്സലാം. കുഞ്ഞാക്കാ സുഖല്ലേ? അൽഹംദുലില്ലാ, പടച്ചോന്റെ തൗഫീഖ് കൊണ്ട് സുഖാണ്. അല്ല, ഇജ്ജ് എന്നാ ബോംബെന്ന് വന്ന്? ഇന്നലെ. ബാപ്പുട്ടിയെ, എന്താ പരിപാടി? പഠിപ്പൊക്കെ നിർത്തിയോ? പഠിച്ചിട്ടൊന്നും വല്ല കാര്യമില്ല. നിങ്ങൾ ബോംബെയിലല്ലേ? എനിക്കെന്തേലും പണി കിട്ടും അവിടെ? ഇവിടെ ശരിയാവില്ല. വലിയ പാടാണ് അവിടെ. ഞാൻ തന്നെ ഒരുവിധം തട്ടിമുട്ടി നിൽക്കുക. നിങ്ങളെ പോകുമ്പോ ഞാനും വരാ. ഇവിടെ ശരിയാവില്ല. അവനെ കൊണ്ടുപോയിക്കോ, അനക്കൊരു കൂട്ടാവും. നിങ്ങളെ ആപ്പാക്ക് ബുദ്ധിണ്ട്. കുഞ്ഞാക്കാ, ഞാൻ പോട്ടെ. എന്നാ ശരി. ഷാനോടെ?
അവൻ ആ സ്റ്റാൻഡിൽ എവിടെയും ഉണ്ടാവും. ഞാൻ പോട്ടപ്പാ, നിങ്ങൾ ഇവിടെ ഇരിക്കല്ലേ? ഞാൻ ശരി. ശരി. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ ആരൊന്ന് കൈനീട്ടൊന്നും ഓടിയില്ലേ? കൈ നീട്ടല്ല, കാൽ നീട്ടം. ഈ ഒരു ചെറിയ അങ്ങാടിയുണ്ട്, 35 ഓട്ടോറിക്ഷയുണ്ട്. ഇവിടെ എന്തോ ഓട്ടുണ്ടാകാനാ? സുരേഷേ, ഈ അങ്ങനെ പറയരുത്. എല്ലാവർക്കും ഇത് വയറ്റിപ്പഴപ്പാണ്. ഈ നാട്ടിൽ ജീവിക്കണ്ടേ, കുടുംബം പോറ്റണ്ടടാ. അതിനു വേണ്ടിയിട്ടുള്ള ഓരോ പരാക്രമങ്ങളാണ്. ഞാനൊരു എംകോംകാരനാണ്. കുടുംബം പോറ്റാനല്ലേ ഇപ്പൊ ഈ മുച്ചക്കറിയിട്ട് നടക്കുന്നത്. ഒരു ടിക്കറ്റ് നാളെയാണ് 40 ലക്ഷവും ഒരു കാറും. നാളെയാണ് 40 ലക്ഷം ഒരു കാറും. ഒരു ലോട്ടറി എടുക്കാം. ഒരു ടിക്കറ്റ്. ഒരു പക്ഷേ നിങ്ങളാകാം ആ ഭാഗ്യവാൻ. എടോ, എന്ത് ഭാഗ്യം? ഭാഗ്യണ്ട് ഞാനും ഓട്ടോറിക്ഷ ഇവിടെ എങ്ങനെ നടക്കോ? വല്ല ഗൾഫിലും പോയി കോടീശ്വരനായിട്ടുണ്ടാവില്ലേ? നിങ്ങളെന്തിനാ ചൂടാണ്? കാക്കാ, ഒരു ടിക്കറ്റ് നിങ്ങൾക്ക് തരും. എനിക്ക് ഭ്രാന്തണ്ടോ? അയാള് കുടുംബം പോറ്റാൻ വേണ്ടിയല്ലേ എതിര് നടക്കുന്നത്. നമ്മളും അങ്ങനെ തന്നെ അല്ലടാ. അമ്മ, ഇവിടെ വെച്ചെന്റെ ചായ എവിടെ? ആ മേശന്ന് വെച്ചേക്കണ്. കാക്ക അത് ബാപ്പുട്ടി എടുത്ത് കുടിച്ചിക്കണ. ഞാൻ ഉച്ചിട്ടമ്മ കുഞ്ഞോള് വെറുതെ പറയണേ. അവനിക്ക് ഞാൻ കാണിച്ചു കൊടുത്തോ. എവിടെ വന്ന് ഇന്നെ കട്ടി ഉച്ചക്ക തന്റെ ചോര തിന്നു. ഷാനോ, ആ എന്താടാ സുരേഷ രാവിലെ തന്നെ? വാ പറയട്ടെ. എവിടുക്കാടാ? ഈ എന്താടാ കാലത്ത് തന്നെ അനിയനേറ്റു അടിയും പിടിയൊക്കെ? അതൊക്കെ രസല്ലടാ. അവനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ ഓരോന്നൊക്കെ പറയുന്നതാണ്. വാ. എന്നാണ് അവന്റെ കുട്ടിനെ അഡ്മിറ്റ് ചെയ്തത്? ഇന്നലെയാണ്. ആ ഷാനു, ഇതോടെ വെക്ക്. എന്താടാ ഇത്? എന്നെ നീ ഇങ്ങനെയാണ് കരുതിയത്? രക്തദാനം മഹാദാനം എന്നല്ലേ? നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെയല്ലേ ഉപകാരം ചെയ്യാൻ പറ്റുള്ളൂ. എന്നാ വാ, ഭക്ഷണം കഴിച്ചിട്ട് പോ. വേണ്ടടാ, ഒന്നും വേണ്ട. നിന്റെ മോളെ ജീവൻ രക്ഷപ്പെട്ടില്ലേ, അത് മതി. അതന്നെ ഒരു ബർക്കത്താ. സുരേഷേ, വാ. അമ്മ തന്നാണ്. എന്തെന്ന് വണ്ടി പോയി? ഇതാ ഞാൻ പോവാണ്. ബാപ്പുട്ടിയെ, എന്താക്കാ എന്നോടുമ്പോ മീനിട്ടാണ് ചെല്ലാൻ പറഞ്ഞത്. അതിന് ഇവിടെ മീൻ കിട്ടണ്ട, എന്നിട്ടല്ലേ പരി കൊണ്ടുവരാന്. ചെങ്ങായി അത് തിന്നണ്ട, അത് പഴയതാണ്. ബാപ്പുട്ടി, ഞാൻ പോയി. ആ ആയിക്കോട്ടെ. കാക്ക, ഈ അഡ്രസ് ഒന്ന് പറഞ്ഞുതരോ? നിങ്ങൾ എവിടുന്നാ? പട്ടാമ്പീന്നാ. എന്താ കാര്യം? ഇവന്റെ പെങ്ങൾക്ക് ഒരു കല്യാണക്കാരെ അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. അതിപ്പോ ഞാനെന്ത് പറയാനാ? ഞമ്മളെ നാട്ടിലുള്ള ആളെന്നെയാണ്. എന്നാലും ഒരു പെൺകുട്ടിന്റെ കല്യാണക്കാരിയല്ലേ? നിങ്ങൾ നല്ലൊന്ന് അന്വേഷിച്ചാളി. ആയിക്കോട്ടെ. എന്തിനാ കുഞ്ഞാക്കങ്ങള് വേണ്ടാത്ത പണിക്കൊക്കെ നിക്കണ്? ഇത് അഥവാ ചെക്കന്മാരറിഞ്ഞാല് നാട്ടിൽ നിങ്ങളെ പേര് കല്യാണം മുടക്കി. ആയിക്കോട്ടടോ, അതിലെനിക്കൊരു വിഷമവുമില്ല. എന്റെ പെങ്ങള് സൂറാന്റെ മോൾക്ക് ഇതുപോലൊരു കാര്യം അന്വേഷിക്കാൻ പോയപ്പോ അന്ന് ആൾക്കാര് പറഞ്ഞ് ഓ മഹാനാണ് നല്ലവനാണെന്നൊക്കെ. എന്നിട്ടിപ്പ എന്തായി? കള്ള് ഷാപ്പിൽ നിന്ന് എനിക്ക് അവന് നേരണ്ട. എനിക്കുണ്ട് റഹിമയെ കെട്ടിക്കാൻ പ്രായമായൊരു മോള്. അവളെ പോലെ കരുതിയിട്ട് പറഞ്ഞത് എന്നെയാണ്. എന്നാലും എന്റെ അപ്പ ഇത്രക്ക് വേണ്ടിയില്ല, ലേശം ഓവറായി. ഓടവിടുന്ന് ഓന് പിന്നെ പഠിപ്പിക്കാൻ വന്നിക്കണ്. അനക്ക് കൊണ്ട് കാണിച്ചിരുന്നതൊന്നും അനക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യാ? അതിന് നിങ്ങൾ നല്ല കാണിച്ചു തരണ്ടേ? നിർത്ത്, ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാ. പിന്നെ മൂസാക്ക, അള്ളാനെ വിചാരിച്ച് നിങ്ങളൊപ്പം ഞാനില്ല. നിങ്ങൾ പറയും 110 210 അവിടെ ചെല്ലുമ്പോ കാണാ ഒന്നെങ്കിൽ കോങ്കണ്ണ് അല്ലെങ്കിൽ പല്ലൊന്തിട്ട്. ഇതല്ലേ നിങ്ങൾ കാണിച്ചു തരുന്നേ? കള്ളനക്ക് എത്ര മൂത്തിട്ട് എന്താ കാതലുണ്ടാണ്ടേ? എന്നെ കൊണ്ട് അത്രക്കെ പറ്റുള്ളൂ. ഇതാ അങ്ങോട്ട് നോക്കി, ആ പോണ കുട്ടീനെ കണ്ടങ്ങള് അതുപോലത്തെ കുട്ടിയായിരിക്കണം. നോക്കിയാണ്ട് din tin ta na din ta na na din ta na
എന്നാ ഈ അതിനെ തന്നെ കെട്ടിക്കണോ? ഇങ്ങക്കറിയോ ആ കുട്ടി ആരാണെന്ന്? ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ എന്റെ ചെങ്ങായി. അത് നമ്മളെ ചായക്കടക്കാരൻ കുഞ്ഞാക്കാന്റെ മോളല്ലേ, പാവപ്പെട്ട ടീമേ. അന്റെ കുടുംബത്തിൽ വരാനുള്ള കപ്പോസിറ്റി ഒന്നും ഓൾക്കില്ലടോ. എനിക്ക് ആ കുട്ടീനെ നല്ല ഇഷ്ടപ്പെട്ടേക്കണം. ഇങ്ങക്ക് അത് പറഞ്ഞു നടത്തി തരാൻ പറ്റുമോ? ബാക്കി കാര്യമൊക്കെ ഞാൻ വീട്ടിൽ പോയി സംസാരിച്ചോളാം. ആ ഞാൻ സംസാരിച്ചു നോക്കട്ടെ. എനിക്ക് അങ്ങോട്ട് പോകാനുള്ള വണ്ടിക്കൂലി ഏതാണ്ട് എന്റെ അടുത്ത്. നിങ്ങളൊരു കാര്യം ചെയ്യും, കുറച്ചപ്പുറമാണ് നടന്നാലേ ഒരു റെയില് കാണാം. ഒരു പയത്തോലും വെച്ചിട്ട് അങ്ങോട്ട് കീഞ്ഞാളി, പെട്ടെന്ന് അങ്ങോട്ട് എത്തും. ചിലക്കാണ്ട് പോയി അന്വേഷിച്ചു വരും തന്തേ. കൊറേ വണ്ടിക്കൂലി ഞാൻ തന്നല്ലേ, എന്നാ വിട്ടോളി, പോയിക്കോളി. മോനെ പോയ കാര്യം എന്തായിടാ? അതൊന്നും ശരിയാവില്ലമ്മ, എനിക്കത് പറ്റിയിട്ടില്ല. അനക്ക് പിന്നെ ഏതാ പറ്റുക? അനക്ക് പറ്റണമെങ്കിൽ വല്ല ഊർലിങ്ങൾ ഇറങ്ങി വരേണ്ടി വരും. ഊർലിങ്ങളൊന്നും വേണ്ടമ്മ, എനിക്ക് പറ്റിയൊരു കുട്ടീനെ ഞാനിന്ന് കണ്ടു. സാമ്പത്തിക ഇത്തിരി മോശാണ്, കുട്ടി സൂപ്പറാ, എനിക്കത് മതി. അതേതാടാ കാര്യം? അതാ ഹോട്ടലേരം കുഞ്ഞാക്കാന്റെ മോളമ്മ. ഉമ്മ അതെങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിക്കണം, എന്നിട്ട് വേണം എനിക്ക് ആ മുസാഖാനെ പറഞ്ഞേക്കാൻ. അതിനെനിക്ക് സമ്മതക്കുറവൊന്നുമില്ല. പിന്നെ ഈ ഒരു കാര്യം മനസ്സിലാക്കണം, അന്റെ 2 പെങ്ങന്മാരെ കെട്ടിച്ചയച്ചപ്പോ പള്ള നിറച്ച് സ്വർണം കൊടുത്തിട്ട് അവിടുന്ന് പറഞ്ഞയച്ചിക്കണ്. ഒറ്റ മോന എനിക്ക്. അതുകൊണ്ട് മൂസാനോട് പറയുമ്പോ പണ്ടത്തിന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞാളാ. അവരെ മുമ്പില് അന്റെ പെണ്ണ് ഒന്നുമില്ലാണ്ട് കേറി വന്നാൽ അതിന്റെ മാനക്കേട് എനിക്കാ. അതുകൊണ്ട് എന്റെ പൊന്നുമോ 100 പവനും 1 ലക്ഷം കിട്ടണമെന്ന് അവരോട് തീർത്താണ്ട് പറഞ്ഞാളാ.